ഹായ് ഡിയേഴ്സ്. ഇപ്പോൾ 10th ലെവൽ പ്രിലിംസ് എക്സാമൊക്കെ ആവാറായി. അടുത്ത മാസമായിരിക്കും എക്സാം ഫസ്റ്റ് സെറ്റ് ഓഫ് എക്സാം. ദെൻ സെക്കൻഡ് ആൻഡ് തേർഡ് ഓഗസ്റ്റിലായിരിക്കും. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ലാസ്റ്റ് മിനിറ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാലോ. പ്രിപ്പയർ ചെയ്യാത്തവരാണെങ്കിൽ പോലും കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ 10th ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് സീരീസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 135/2025 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തത് ഏത്? അതായത് ഫിഷ് അല്ലാത്തത്. ഓപ്ഷൻസ് കണ്ടോ: ചെമ്മീൻ, തിരണ്ടി, ആരൽ, സക്കർ ഫിഷ്. ഇതിൽ തിരണ്ടി മീനാണെന്നറിയാം. ആരൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, കേട്ടിട്ടുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. സക്കർ ഫിഷ് ടാങ്കിലൊക്കെ ഇടുന്നതാണ്. ചെമ്മീൻ എന്ന് പറയുന്നത് ശരിക്കും ആർത്രോപോഡനാണ്, അതായത് ഫൈലം ആർത്രോപോഡയിൽ വരുന്ന ഒരു ഓർഗാനിസമാണ് ചെമ്മീൻ. അത് ഫിഷ് അല്ല, മീനല്ല യഥാർത്ഥത്തിൽ. സോ ആൻസർ വരിക 1 ആണ്. രണ്ടാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം. 6G പരീക്ഷണം, 6G എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും ആരാണ്? ചൈനയാണ് ഉത്തരം. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന. നമുക്ക് പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസർ തീർത്ത് പോകേണ്ടതുകൊണ്ട് മറ്റ് ഓപ്ഷൻസ് വായിക്കുന്നില്ല. ക്വസ്റ്റ്യനും അതിൻ്റെ റൈറ്റ് ആൻസറും പറഞ്ഞ് പോവാം. അടുത്തത്, ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിൻ്റെ പേര്. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസമാണ് വിസരണം. എന്താണ് വിസരണം എന്ന് പറയുന്നത്? 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം? 2022 ഫിഫ വേൾഡ് കപ്പാണ് ഇപ്പം നടക്കുന്നു, അടുത്ത ഫിഫ വേൾഡ് കപ്പ്. സോ 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ. അർജന്റീന 3ാമതും കപ്പ് നേടി. പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായി മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്രസീൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി. അപ്പോൾ ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. 4ൻ്റെ ആൻസർ ബി ആണ്. അർജന്റീന 3ാമതും കപ്പ് നേടി. പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റായി മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു. ആൻഡ് കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി. അടുത്ത ചോദ്യം, കേരളത്തിലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി. അതായത് കൺവെൻഷണൽ അല്ലാത്ത എനർജി സോഴ്സസിനെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി ഏതെന്നാണ് ആൻസർ വരിക? അനോട്ട്. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിൻ്റെ തടി കൊണ്ടാണ്? കൊണ്ടാണെന്ന് ചോദിച്ചാൽ ആൻസർ വില്ലോ മരമാണ്. എന്താണ്? വില്ലോ മരം. അടുത്തത്, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര്? 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആണ്. എന്താണ്? ബി ആണ്. അടുത്ത ചോദ്യം, കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? അത് കേരളമാണ്. ഇനി ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഗണക്രമത്തിൽ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഡി ആണ്. ആദ്യം ചമ്പാരൻ സത്യാഗ്രഹമാണ്, അത് കഴിഞ്ഞ് ചൗരി ചൗരാ സമരം, അത് കഴിഞ്ഞ് നിസ്സഹരണ സമരം, ഏറ്റവും അവസാനം ക്വിറ്റ് ഇന്ത്യ സമരം. ഓക്കെ, അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹമാണ് ആദ്യത്തത്, അത് കഴിഞ്ഞ് ചൗരി ചൗരാ സമരം, അത് കഴിഞ്ഞ് നിസ്സഹരണ സമരം, അത് കഴിഞ്ഞ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇനി അടുത്ത ചോദ്യം, ജലത്തിലൂടെ പകരുന്ന വൈറസ് രോഗമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് മഞ്ഞപ്പിത്തമാണ്, ജോണ്ടിസ്. ഓക്കെ, മഞ്ഞപ്പിത്തമാണ്, ഹെപ്പറ്റൈറ്റിസ് എന്നൊക്കെ പറയാം. അപ്പോൾ അതാണ് വെള്ളത്തിലൂടെ പടരുന്ന ഒരു വൈറസ് രോഗം. കോളറ തോന്നാം, പക്ഷെ കോളറ ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് വിബ്രിയോ കോളറ എന്നാണ് പേര്. അടുത്തത്, ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഏതാണ് ഉത്തരം വരിക? ഗോവയാണ് ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇനി അടുത്ത ചോദ്യം കണ്ടോ, ബാരാലാച്ച ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്?
ബാര ലാച്ച ല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ വരുന്നത് ഹിമാചൽ പ്രദേശാണ്. എന്താണ്? ഹിമാചൽ പ്രദേശാണ്. അടുത്ത ചോദ്യം, ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മേഘാലയയിലാണ്. ജയന്തിയ കുന്ന് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് മറക്കരുത്, ജയന്തി, മേഘ സ്ത്രീകളുടെ പേരാണല്ലേ. സോ ജയന്തിയ ഹില്ല് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മേഘാലയയിലാണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തുവല്ലോ ഓർത്തിരിക്കാം. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. 1931. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലഭനായ ഒരാളെ വേണം ഏൽപ്പിക്കാൻ. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്തായിരുന്നു? ഗാന്ധിജി ആരംഭിച്ച മാസികയുടെ പേര് ഏത് വർഷം? 1931 ആരംഭിച്ച മാസികയാണ് യങ് ഇന്ത്യ. എന്താണ്? യങ് ഇന്ത്യ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത്, നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഉത്തരം വരുന്നത് ആർട്ടിക്കിൾ 14 ഉത്തരം വരുന്നത് ആർട്ടിക്കിൾ 14. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 14. ഒരു 14 വയസ്സുള്ള കുട്ടിക്ക് അവനെയും അവൻ്റെ മുതിർന്നവരെ പോലെ കണക്കാണ്. കൊച്ചു കുട്ടി, നീ അറിയേണ്ടതെന്ന് പറയുന്നവർക്ക് ഇഷ്ടമല്ല. സോ ആർട്ടിക്കിൾ 14 അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ കിരീടധാരിയായത്? ഏത് വർഷമാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ കിരീടധാരിയായത്? 1804 ആണ്. 1804 ആണ്. ഒന്ന് ആലോചിച്ചത്, 8ൻ്റെ പകുതിയാണ് 4. ആ 4നെ 8നെയും തമ്മിൽ അപ്പാർട്ട് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു 0 ഉണ്ട്. സോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ബോണപ്പാർട്ട് എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ കിരീടധാരിയായത്? 1804. അടുത്ത, കാർഡമം കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാർഡമം കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കേരളം അല്ലേ. കാർഡമം ഏലം എന്ന് പറഞ്ഞ് മലയാളത്തിൽ ചോദിക്കേണ്ട സാധനം ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. സോ കാർഡമം കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? നാഥുല എന്ന് പറയുന്ന ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അത് സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവ്വമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആലുവ എന്ന് കേൾക്കുമ്പോഴേ തന്നെ ഓർക്കുക, ആലുവയിൽ സർവ്വമത സമ്മേളനം ആരായിരിക്കും വിളിച്ചുകൂട്ടിയത്? ശ്രീനാരായണ ഗുരു. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇനി സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാര്? സവർണ ജാഥ എന്ന് കേൾക്കുമ്പോഴേ ഒരാളെ ഓർമ്മ വരാവൂ. മഞ്ഞളെന്ന് വല്ലതും കോഡ് വെച്ചിട്ട് ഓർത്തിരിക്കുക. മന്നത്ത് പത്മനാഭൻ. ആരാണ്? സവർണ ജാഥ ലീഡ് ചെയ്തത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അടുത്തത് 23ാമത്തെ ചോദ്യം, വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം. അപ്പം വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏത്? ഒരേ ഒരു ചലിക്കുന്ന ദേശീയോദ്യാനമേ നമുക്കുള്ളൂ. അതേതാണ്? അത് കേബിൾ ലംജാവു. എന്താണ്? കേബിൾ ലംജാവു ആണ്. ദക്ഷിണേന്ത്യയിലെ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി. പല്ലവർ എന്നാലോചിക്കുമ്പോൾ തന്നെ ദ്രാവിഡ ശൈലി. എന്താണ്? ദ്രാവിഡ ശൈലി.
ഇനി അടുത്ത ചോദ്യം, മടക്കുപർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? മടക്കുപർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് എ ആണ്. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. 25ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എ ആണ്. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. അടുത്ത ചോദ്യം, തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2003 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആര്? സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2023 നോബൽ സമ്മാനം നേടിയ വനിത ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബി ആണ്. ക്ലോഡിയ ഗോൾഡിൻ. ഗോൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത്, ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ. നമ്മുടെ ഹൃദയം വളരെ ചോട്ടയാണല്ലേ. സോ ചോട്ടയായ ഹൃദയത്തിൽ ഓട്ട വരാൻ പാടില്ല. സോ ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. അടുത്ത, ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏതാണ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രമാണ് ബൃഹദീശ്വര ക്ഷേത്രം. എന്താണ്? ബൃഹദീശ്വര ക്ഷേത്രം. അടുത്ത, ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദരിദ്ര നിർമ്മാർജ്ജന പദ്ധതി ഏത്? അപ്പോൾ ഒന്ന് ആലോചിക്ക്. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയെ ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് എന്താണ്? ഉത്തരം വരുന്നത് ബി ആണ്, കുടുംബശ്രീ. എന്താണ്? കുടുംബശ്രീ. അടുത്ത 30ാമത്തെ ചോദ്യത്തോടുകൂടി നമുക്ക് ഈ ഒരു സെക്ഷൻ കഴിയാം. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ അടുത്തൊരു സെക്ഷനായിട്ട് അപ്ലോഡ് ചെയ്യാം. 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയത്രി. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണായ കവയത്രി ആര്? ആൻസർ വരുന്നത് ആരാണ്? ആദ്യ ചെയർപേഴ്സണായ കവയത്രി സുഗതകുമാരിയാണ്. ഏതാണ് ഉത്തരം വരിക? സുഗതകുമാരി. സോ 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണായ കവയത്രിയാണ് സുഗതകുമാരി. താങ്ക് യു.